നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളെ പറ്റിയാണ്. പ്രധാനമായും മൂന്നായി മഴക്കാല രോഗങ്ങളെ തിരിക്കാം. ഒന്ന്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. രണ്ട്, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. മൂന്ന്, കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ. ആദ്യമായി വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ പറ്റി നോക്കാം. മഴക്കാലത്ത് മോയ്സ്ചർ കണ്ടന്റ് അധികം അന്തരീക്ഷത്തിൽ ഉള്ളതിനാൽ ധാരാളം വൈറൽ ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നു. എല്ലാ വൈറൽ പനികളിലും സർവ്വസാധാരണമായി ഒരേ ലക്ഷണങ്ങളാണ് കണ്ടുവരാറുള്ളത്. അതായത് പനി, തലവേദന, ശരീരവേദന, ജലദോഷം എന്നിവയെല്ലാം എല്ലാ വൈറൽ പനികളിലും കാണാറുണ്ട്. അതിനാൽ തന്നെ ഏതൊരു പനിയും 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയോ, പനിയോടുകൂടി 2 പ്രാവശ്യത്തിൽ കൂടുതൽ ഛർദ്ദിക്കുകയോ, പനിയോടുകൂടി തലകറക്കം ഉണ്ടാവുകയോ, പനിയോടുകൂടി റാഷസോ കുമിളകളോ പഴുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടി രോഗനിർണയം നടത്തുകയും അതുവഴി ശരിയായ ചികിത്സ നേടുകയും ചെയ്യുക. പൊതുവെ അലർജിയുള്ളവരോ, പുകവലി മൂലം ശ്വാസകോശ രോഗമുള്ളവരോ, ആസ്മയുള്ളവരോ ഇവർക്കെല്ലാം മഴക്കാലത്തും തണുപ്പ് കാലത്തും രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ശ്വാസകോശ രോഗമുള്ളവർ അവരുടെ മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ്. മഴക്കാലത്ത് ജലദോഷപ്പനി ധാരാളമായി കാണുന്നതിനാൽ നിങ്ങൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒരു ടവൽ വെച്ചോ ടിഷ്യൂ വെച്ചോ മുഖം മറയ്ക്കാൻ ശ്രമിക്കണം. കാരണം ഇത് മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്നത് കുറയ്ക്കുന്നതാണ്. മഴക്കാലത്ത് കൊതുകിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഡെങ്കുപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ, ഫൈലേരിയാസിസ് എന്നിവ. ഇതിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന പനിയാണ് ഡെങ്കുപ്പനി. ഈഡിസ് ഇജിപ്തി എന്ന കൊതുകിലൂടെയാണ് ഈ വൈറസ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. എന്താണ് ഡെങ്കുപ്പനിയുടെ ലക്ഷണങ്ങൾ? ശക്തമായ പനി, തലവേദന, പ്രത്യേകിച്ച് കണ്ണുകളിന് പുറകിലുള്ള തലവേദന, ശരീരവേദന, പേശിവേദന, പല മുട്ടുകളുടെയും വേദന, ഇതെല്ലാം ഡെങ്കുപ്പനിയുടെ ലക്ഷണങ്ങളാണ്. ഡെങ്കുപ്പനിയുടെ മൂർധന്യാവസ്ഥയിൽ പ്ലേറ്റ്ലെറ്റ് കുറയുകയും ഇത് ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ഇതുവഴി ഷോക്ക് എന്ന അവസ്ഥയിലേക്ക് പോവുകയും അതുവഴി മരണം സംഭവിക്കുകയും ചെയ്യുന്നു. മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രധാനമായും കണ്ടുവരുന്ന മറ്റൊരു പനിയാണ് എലിപ്പനി. എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മനുഷ്യ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. പൊതുവെ എലികളാണ് ഈ ബാക്ടീരിയകളുടെ വാഹകരായി കാണപ്പെടാറുള്ളത്. ഈ എലികൾ മൂത്രവിസർജനം ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയകൾ വെള്ളത്തിൽ കലരുകയും ഈ വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ഫീൽഡ് വർക്കേഴ്സ്, കൃഷിക്കാർ എന്നിവർക്കെല്ലാം ഈ എലിപ്പനി കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇവരുടെ കാലുകളിൽ മുറിവുകളോ പുണ്ണുകളോ ഉണ്ടെങ്കിൽ എലിപ്പനി ഇവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഇവർ ഡോക്സിസൈക്ലിൻ പ്രൊഫൈലാക്സിസ് എടുക്കേണ്ടതുണ്ട്. അതായത് ഡോക്സിസൈക്ലിൻ എന്ന ഗുളിക ആഴ്ചയിലൊരിക്കൽ ഇവർ കഴിക്കേണ്ടതുണ്ട്. എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഇത് ലഭ്യമാണ്. അതുമാത്രമല്ല, ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് കാണിക്കുന്നു.